സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഗൂഗിളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ കോൺഗ്രസ് കൂടുതൽ ആക്റ്റീവ് ആവുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് BJPയെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനവുമായി മുൻപന്തിയിലേക്ക് എത്തുന്നു. ഇതിനോടകം തന്നെ ഈ മാസം 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ BJP ചെലവഴിച്ചതിനേക്കാൾ കുറവായിട്ട് പോലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകൃഷ്ടരാകുന്നത് കോൺഗ്രസിലേക്കും കോൺഗ്രസിന്റെ പരസ്യങ്ങളിലേക്കും ആണ് എന്നുള്ളത് ഗൂഗിൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാഴ്ച ഇതിനോടകം തന്നെ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. തൊട്ടു പിന്നാലെ YSR കോൺഗ്രസ് ആണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ടാലി വ്യക്തമാക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷം തന്നെയാണ്. മാത്രമല്ല BJPയുടെ പല അനുകൂല സൈബർ സ്പേസുകളിലും കോൺഗ്രസ് വിരുദ്ധ പോസ്റ്റ് ഇടുമ്പോൾ അതിനൊന്നും തന്നെ വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. BJP നേതാക്കളിൽ പലരും ഒപ്പീനിയൻ പോളുമായി ബന്ധപ്പെട്ട് ആരാണ് മുന്നിൽ എന്ന് പറയുന്നതിൽ പോലും കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് BJPക്കാർക്ക് അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്പേസ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാ രീതിയിലും മുൻപന്തിയിലെത്തുന്ന ഒരു കാഴ്ച. നരേന്ദ്രമോദിയെ മറികടക്കുന്ന രീതിയിലുള്ള ജനപിന്തുണ രാഹുൽ ഗാന്ധി ഭാരതത്തിൽ എമ്പാടും ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്ക് ഫോളോവേഴ്സ് കൂടുന്നതും നരേന്ദ്രമോദിക്ക് അത് കാര്യമായ വർധനവില്ലാതെ തുടരുന്നതും BJPയെ ആശാകുലരാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ പബ്ലിസിറ്റിയും അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വൈബും എല്ലാ രീതിയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് പരമാവധി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് ആത്മവിശ്വാസം അതിര് കവിയുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രത്യാശ കോൺഗ്രസ് അണികളുടെ മുഖത്തുണ്ട്. നേതാക്കളും അത് തന്നെയാണ് പറയുന്നത്. മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അത് വാനോളം ഉയരും എന്ന് തന്നെയാണ് AICCയുടെ നിർദ്ദേശം.